ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രമദ. നമ്മുടെ സെറ്റ് എക്സാം ഡേറ്റ് വന്നു ജൂലൈ 28 അപ്പോൾ എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി കുറച്ച്, അതായത് 2 മാസത്തോളം സമയമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല സ്മാർട്ടായിട്ട് തന്നെ പഠിച്ചു പോകണം. കാരണം ഇത്തവണത്തെ സെറ്റ് എക്സാമിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. HSA വിളിക്കുന്നതിന് മുമ്പുള്ള സെറ്റ് എക്സാമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് HSSTയും വിളിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ മാറി മാറി വരുന്ന ഈ ടൈമിൽ നമ്മൾ മാക്സിമം വേഗത്തിൽ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മൾ സിലബസ് അറിഞ്ഞ് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മളുടെ സിലബസിൽ നമുക്ക് 6 മൊഡ്യൂൾസാണ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4, അതായത് സെൽ മോളിക്കുലാർ ബയോളജി ജെനറ്റിക്സ് എന്നുള്ള പോർഷൻ വരുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനിയുള്ള സമയത്ത് നമ്മൾ സെറ്റ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് തന്നെ പഠിക്കണം. നമ്മളിന്ന് നോക്കുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ വന്ന മൊഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ വരുന്ന കണക്റ്റഡ് ഫാക്ടേഴ്സാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഡിസപ്പിയർ? ഓപ്ഷൻ എ, late prophase of meiosis 1. Option B, during fertilization or fusion of gametes. Option C, early anaphase of meiosis 1. And option D, late metaphase of meiosis 2. അപ്പോൾ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എപ്പോഴാണ് ഡിസപ്പിയർ എന്നതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലേറ്റ് പ്രൊഫേസ് ഓഫ് മിയോസിസ് 1 അല്ലേ. സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോലോഗസ് ക്രോമസോമിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചറാണ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ്. അപ്പോൾ അത് റീകോമ്പിനേഷനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മിയോസിസ് 1-ൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രൊഫേസ് 1 ആണ് അല്ലേ. അപ്പോൾ പ്രൊഫേസ് 1-ൻ്റെ ഏർലി പ്രൊഫേസിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. അതായത് സൈഗോട്ടിൻ സ്റ്റേജിൽ ഇത് അപ്പിയർ ചെയ്യും, ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലേറ്റ് പ്രൊഫേസ് ഓഫ് മിയോസിസ് 1-ലാണ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഡിസപ്പിയർ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആഡഡ് ടു ദ 3' end ഓഫ് മെനി യൂക്കാരിയോട്ടിക് mRNAs ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ? ഓപ്ഷൻ എ, ഇൻട്രോൺസ്. ഓപ്ഷൻ ബി, എ പോളി എ ടൈൽ. ഓപ്ഷൻ സി, എ ക്യാപ് സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് എ മോഡിഫൈഡ് G ന്യൂക്ലിയോടൈഡ്. ഓപ്ഷൻ ഡി, ദ ന്യൂക്ലിയോടൈഡ്സ് 5'CCA. അപ്പോൾ എന്താണ് 3' എൻഡിൽ mRNA ആഡ് ചെയ്യുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ. നമുക്കറിയാം DNA RNA ആയിട്ട് കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനാണെന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്ന mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNAയുടെ 3' എൻഡിൽ പോളി അഡിനൈലേറ്റ് ടൈൽ, അതായത് ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്ന mRNAയുടെ 3' എൻഡിൽ അഡിനോസിനുകളുടെ ടെംപ്ലേറ്റ് ചെയ്യാത്ത കൂട്ടിച്ചേർക്കലുകൾ നടക്കപ്പെടുന്നു. അതിനെയാണ് പോളി അഡിനൈലേറ്റ് എ ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജീൻ എക്സ്പ്രഷനിലും റെഗുലേഷനിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എ പോളി എ ടൈൽ അല്ലെങ്കിൽ പോളി അഡിനൈലേറ്റ് ടൈലാണ് 3' എൻഡിൽ എന്ന് കാണപ്പെടുന്നത്, mRNAയുടെ 3' എൻഡിൽ കാണപ്പെടുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കീമോതെറാപ്പി ഡ്രഗ് cytarabine is an anti-metabolite similar to the nucleotide cytosine. The drug kills cancerous cells by stopping them making and repairing DNA. At which stage in the cell cycle will cytarabine be incorporated into? Option A, G1. Option B, G2. Option C, S. And option D, M. അപ്പോൾ നമുക്കറിയാം സൈറ്റാറബിൻ എന്ന് പറയുന്നത് ഒരു കീമോതെറാപ്പി, ക്യാൻസറസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീമോതെറാപ്പി ഡ്രഗാണ് സൈറ്റാറബിൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റാറബിൻ ക്യാൻസറസ് സെൽസിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ അവരുടെ ജീൻസിൻ്റെ റെപ്ലിക്കേഷനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ നടക്കുന്നത് നമ്മുടെ സെൽ സൈക്കിളിലെ എസ് ഫേസ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫേസിലാണ് നടക്കുന്നത്. അപ്പോൾ സിന്തറ്റിക് ഫേസിൽ DNA പോളിമറൈസിനെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത DNA റെപ്ലിക്കേഷനെ അത് തടയുകയും അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടക്കാതെ വരികയും ക്യാൻസർ സെൽസിൻ്റെ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ജീനിൻ്റെ എക്സ്പ്രഷൻ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈറ്റാറബിൻ്റെ ആക്ഷൻ നടക്കുന്നത് എവിടെയാണ്? എസ് ഫേസിലാണ് നടക്കുന്നത്. അതായത് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, സിന്തറ്റിക് ഫേസിലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സൈറ്റാറബിൻ എസ് ഫേസിൽ, അപ്പോൾ സൈറ്റോടോക്സിസിറ്റി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എസ് ഫേസിലാണ്. അപ്പോൾ സൈറ്റാറബിൻ സൈറ്റോസിൻ അറബിനോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആയിട്ടാണ് മാറുന്നത്. സൈറ്റോസിൻ അറബിനോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. അറബിനോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്
ട്രൈഫോസ്ഫേറ്റ് ആയിട്ടാണ് സിന്തറ്റിക് ഫേസിൽ മാറുന്നത്. അപ്പോൾ അവിടെ ക്യാൻസറസ് ആയിട്ടുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷൻ അത് തടയുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി ആ ക്യാൻസറസ് സെൽസിൻ്റെ ക്യാൻസറസ് ജീൻസിൻ്റെ എക്സ്പ്രഷൻ അത് തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എസ് ഫേസിൽ അല്ലെങ്കിൽ സിന്തറ്റിക് ഫേസിലാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the glycosylation process of the proteins occur in dash organelle or part of the cell. Option A, glyoxysomes. Option B, lysosomes. Option C, Golgi apparatus. Option D, plasma membrane. എന്താണ് ഗ്ലൈക്കോസൈലേഷൻ? അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും മെറ്റബോളിക് ആക്ടിവിറ്റീസും നടക്കുന്നത് പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഒന്നോ അതിലധികം പഞ്ചസാര തന്മാത്രകൾ, അത് മോണോസാക്കറൈഡ് ആകാം അല്ലെങ്കിൽ ഒലിഗോസാക്കറൈഡ് ആകാം. അപ്പോൾ ഈ പ്രോട്ടീൻസിലേക്ക് ആഡ് ചെയ്യുന്നതിന്, കോവാലൻ്റിൽ ആഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഗ്ലൈക്കോസൈലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് മെയിൻലി നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും ജോൾജി അപ്പാരറ്റസിലുമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ജോൾജി അപ്പാരറ്റസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈ കാണുന്നത് നമ്മുടെ കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടാണ്. 250-ലധികം റിസൾട്ട് നമ്മൾക്കുണ്ട്. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ മുമ്പ് നടന്നിരുന്ന സെറ്റ് എക്സാമിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ കിടക്കുന്നത്. ഇത് ഓരോ ക്ലാസ്സിന് ശേഷം, ഓരോ മൊഡ്യൂളിന് ശേഷവും നമ്മൾ റിവിഷൻ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും അവർ പഠിച്ച ഏരിയനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനും അവർക്ക് എന്തെങ്കിലും ഡ്രോസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് ഒരു മെൻ്റൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ മൊഡ്യൂളിലും ആപ്പിലെ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് ആ ടോപ്പിക്കിനെ കുറിച്ച് ഓൾറെഡി ഒരു അവബോധം ഉണ്ടാവുകയും പിന്നെ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മുമ്പ് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ കണ്ടന്റ് നന്നായിട്ട് മനസ്സിലാക്കാനും അടുത്ത എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഷെയർഡ് ബൈ ദ നൈട്രോജൻ ബേസസ് പ്യൂരിൻസ് ആൻഡ് pyrimidines? Option A, both contain 2 heterocyclic rings with aromatic character. Option B, both can form multiple non-covalent hydrogen bonds. Option C, both exist in planar configurations with a hemiacetyl linkage. Option D, both exist as neutrals drones under cellular conditions. നമുക്കറിയാം പ്യൂരിൻസ് ആൻഡ് പിരമിഡ്സ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ എന്നാണ് അല്ലേ പ്യൂരിൻസിനെയും പിരമിഡ്സിനെയും പറയുന്നത്. അപ്പോൾ പ്യൂരിൻസിന് എക്സാമ്പിൾ വരുന്നത് അഡിനിനും ഗ്വാനിനാണ് പ്യൂരിൻസിന് എക്സാമ്പിൾ. പിരമിഡിൻസിന് സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ, ഇതൊക്കെ പിരമിഡിൻസിന് എക്സാമ്പിൾസ് ആണ്. അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുമ്പം പ്യൂരിൻസിന് 2 ഡബിൾ ഹൈഡ്രജൻ ബോണ്ടും പിരമിഡ്സിന് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ് നടക്കുന്നത്. ഇതൊക്കെയാണ് പ്യൂരിൻസിൻ്റെയും പിരമിഡ്സിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഇവിടെ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഷെയർ ചെയ്യുന്ന എന്താണ്, ബോത്ത് ക്യാൻ ഫോം മൾട്ടിപ്പിൾ നോൺ കോവാലൻ ഹൈഡ്രജൻ ബോണ്ട്സ്. അപ്പോൾ രണ്ടിലും ഹൈഡ്രജൻ ബോണ്ട്സ് കാണപ്പെടുന്നുണ്ട്. പ്യൂരിൻസിൽ 2 ഹൈഡ്രജൻ ബോണ്ടും പിരമിഡിൻസിൽ 3 ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ കോമൺ ആയിട്ട് രണ്ടിലും എന്ത് കാണപ്പെടുന്നുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ correct answer. Next question, amino acids are amphoteric molecules. Which of the following statement about amino acids is correct? Option A, amino acids are uncharged at neutral pH. Option B, amino acids are classified according to the structures and properties of their side chains. Option C, amino acids in proteins are mainly in the D configuration. Option D, 24 amino acids are commonly used in protein synthesis. അപ്പോൾ അമിനോ ആസിഡ്സ് എന്താണ്, ആംഫോട്ടറിക് മോളിക്യൂൾസ് ആണ്. ആസിഡ്സിലും ബേസിലും റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണെന്ന് പറയുന്നത് ആംഫോട്ടറിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അമിനോ ആസിഡ്സിൽ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ഇത് കൂടാതെ അതിനൊരു സൈഡ് ചെയിൻ ഉണ്ട്. അപ്പോൾ ഓരോ സൈഡ് ചെയിനിലും അറ്റാച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദെയർ side chains. Option B is the correct answer. Next question, what is the characteristic feature of daughter cells and parent cells during G1 phase of cell cycle? Option A, daughter cells have half the amount of cytoplasm and half the amount of DNA. Option B, daughter cells have half the number of chromosomes and half the amount of DNA. Option C, daughter cells have the same number of chromosomes and half the amount of DNA. Option D, daughter cells have the same number of chromosomes and the same amount of DNA.
നമുക്കറിയാം G1 ഫേസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് 1 ഫേസ് ആണ്. അപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫേസ് ആണ്. അപ്പോൾ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് സെല്ല് പ്രിപ്പയർ ആവുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതായത് പ്രോട്ടീൻസ്, സെൽ ഡിവിഷന് വേണ്ട പ്രോട്ടീൻസ്, സെൽ ഓർഗനൽസ് ഒക്കെ അതിൻ്റെ മാക്സിമം ഡെവലപ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ G1 ഫേസിൽ പാരൻറ്റ് സെൽസും ഡോട്ടർ സെൽസും തമ്മിലുള്ള ക്രോമസോംസും ആൻഡ് DNA എന്തായിരിക്കും? സെയിം എമൗണ്ട് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്. Daughter cells have the same number of chromosomes and same amount of DNA. Option D is the correct answer. Next question. The nuclear envelope is seen intact in which among the group of eukaryotic organisms during mitosis? Option A, seedless plants. Option B, dinoflagellates. And option C, diatoms. Option D, B and C only. ന്യൂക്ലിയർ എൻവലപ്പ് മൈറ്റോസിസിൻ്റെ സമയത്ത് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ന്യൂക്ലിയർ എൻവലപ്പ് ഇൻടാക്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് സം യൂണിസെല്ലാർ യൂക്കാരിയോട്സിലാണ്. അതായത് അതിന് എക്സാമ്പിൾ വരുന്നത് ഡൈനോഫ്ലജലേറ്റ്, ഡയറ്റംസ് ഒക്കെയാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബി ആൻഡ് സി ഡൈനോഫ്ലജലേറ്റ്സിലും ഡയറ്റംസിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാവും. ഒരുവിധം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കുറഞ്ഞ സമയത്തിൽ സെറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പോൾ CCയിൽ 60 ഡേയ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബാച്ചിൻ്റെ പ്രത്യേകത ഓരോ മൊഡ്യൂൾ വൈസും നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അതുകൂടാതെ അതിനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ മൊഡ്യൂളിനും നമ്മൾ റിവിഷൻ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റാങ്ക് ലിസ്റ്റും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ടും കിട്ടും. നമുക്ക് സബ്ജക്റ്റായിട്ട് എന്ത് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററോട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ സെറ്റ് നിങ്ങൾക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.